കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു പ്രഭാതം കൂടെ കർത്താവ് നൽകി തന്നതോർത്ത് ദൈവത്തിൻ്റെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം ചെയ്യുന്ന എല്ലാ വിടുതലുകൾക്കായി, ദൈവം ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് നന്ദിയെ അറിയിക്കുകയാണ്. നമുക്ക് ഇന്ന് പകൽക്കാല ചിന്തയ്ക്ക് ആധാരമായി ഒരു തിരുവെഴുത്ത് ദൈവസന്നിധിയിൽ വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 42-ാമത്തെ വേദഭാഗം. യേശു അവരോട്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കും. യേശു കർത്താവ് പറയുകയാണ്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് അത് കർത്താവ് മൂലക്കല്ലായി മാറ്റുന്നു. ആരെങ്കിലും മാറ്റി നിർത്തിയ അനുഭവത്തിൽ, ആരെങ്കിലും മാറ്റി നിർത്തിയ ആ വേദനയിൽ ഭാരപ്പെടുന്നവരാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ഭാരപ്പെടരുത്. മനുഷ്യർ തള്ളിയാലും തള്ളിക്കളയാത്തൊരു ദൈവമുണ്ട്. സ്തോത്രം. മനുഷ്യൻ നോക്കുന്നത് ഓരോ ക്വാളിറ്റി കണ്ട മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നത്, ഓരോ ക്വാളിറ്റി കണ്ട് ഓരോ വ്യക്തികളെ പോലും മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നത് ക്വാളിറ്റി കണ്ട തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഒരു ക്വാളിറ്റി നോക്കാതെ വചനം പറയുന്നത് പോലെ ജ്ഞാനികളെ ലജ്ജിപ്പാൻ ലോകത്തിൽ ഭോഷത്വമായി ഇതിനെ തിരഞ്ഞെടുത്തു എന്ന് ദൈവത്തിൻ്റെ തിരുവചനത്തിൽ വ്യക്തമായി നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അപ്പം മനുഷ്യരൊക്കെ തള്ളിക്കളഞ്ഞാലും, മനുഷ്യരൊക്കെ മാറ്റി നിർത്തിയാലും മാറ്റി നിർത്താത്തൊരു ദൈവം ഉണ്ട്. അതാണ് സത്യം. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് ഇത് മൂലക്കല്ലാക്കി മാറ്റിവെക്കും. കർത്താവ് ഇവിടെ പറയാനിടയാകുന്നതിന്റെ പിന്നിലെ കാരണം, ഈ തള്ളിക്കളഞ്ഞ കല്ലിനെ കുറിച്ച് യഹൂദന്മാരുടെ ഇടയിൽ ഒരു പാരമ്പര്യം നിലനിൽക്കുന്നുണ്ട്. ഈ തള്ളിക്കളഞ്ഞ കല്ലിനെ കുറിച്ച് യഹൂദന്മാരുടെ ഇടയിൽ ഒരു പാരമ്പര്യം ഇന്നും നിലനിൽക്കുന്നുണ്ട്. എന്താണ് ആ പാരമ്പര്യം എന്ന് നമ്മൾ നോക്കിയാൽ, ശലോമോൻ രാജാവ് താൻ ദേവാലയം പണിയുമ്പോൾ വെട്ടുകുഴിയിൽ വെച്ചു തന്നെ കുറവുകൾ തീർത്ത കല്ലുകൊണ്ടാണ് താൻ ദേവാലയം പണിതത്. വായിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 7-ാമത്തെ വേദഭാഗം. അവിടെ തിരുവെഴുത്ത് ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നു, വെട്ടുകുഴിയിൽ വെച്ചു തന്നെ കുറവുകൾ തീർത്ത കല്ലുകൊണ്ട് ആലയം പണിഞ്ഞതിനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റിക, മഴു മുതലായവ യാതൊരു ഇരുമ്പായുധത്തിൻ്റെയും ഒച്ച ആലയത്തിൽ കേൾപ്പാനില്ലായിരുന്നു. അപ്പോൾ ദേവാലയം പണിയുന്ന സമയത്ത് സകല കുറവുകളും തീർത്തിട്ടാണ് ആലയപ്പണിക്ക് വേണ്ടിയുള്ള കല്ല് കുഴിവെട്ടിൽ വെച്ച് തന്നെ കുറവുകൾ തീർത്ത് ആലയം പണിക്ക് വേണ്ടി ഉപയോഗിച്ചത്. അതുകൊണ്ട് ദേവാലയത്തിന്റെ പണിയിൽ യാതൊരു ആയുധത്തിൻ്റെയും ഒച്ച കേൾപ്പാനില്ലായിരുന്നു, അല്ലെങ്കിൽ ആയുധത്തിന്റെ ശബ്ദം കേൾപ്പാൻ ഇല്ലായിരുന്നു. ദേവാലയം പണി പൂർത്തിയാകുമ്പോൾ ഏറ്റവും മുകളിൽ വെക്കേണ്ട കല്ല് അത് നേരത്തെ തന്നെ ദേവാലയം പണിയേണ്ട സ്ഥലത്തേക്ക് അത് കൊടുത്തുവിട്ടിരുന്നു. അത് നേരത്തെ തന്നെ ദേവാലയം പണിയേണ്ട സ്ഥലത്തേക്ക് അത് കൊടുത്തുവിട്ടിരുന്നു. തിരുവെഴുത്ത് നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു. പക്ഷേ പണി പുരോഗമിക്കുമ്പോൾ ആ കല്ല് ഒരു സ്ഥലത്തും വെക്കാൻ കൊള്ളാത്തൊരവസ്ഥയിലേക്കായി മാറും. എവിടെ വെച്ചാലും ആ കല്ല് ചേരാത്തൊരവസ്ഥ.
ഇതിനാൽ എന്ത് ചെയ്തു? ആ കല്ല് തള്ളിക്കളഞ്ഞ കല്ലായി തീരുകയും അത് ദൂരെ മാറ്റിയിട്ടു. ചില കല്ലുകളൊക്കെ കുറവ് തീർത്തു കൊണ്ടുവന്നാലും, ദൈവം അതിൻ്റെ കുറവൊക്കെ തീർത്തു കൊണ്ടുവന്നാലും അത് പണിയാൻ, അതിനെ ഒന്ന് പണിയാൻ, എടുത്തു വെക്കാൻ, അതിനെ വെക്കേണ്ട സ്ഥാനത്ത് വെക്കാൻ ആരും മുതിരാറില്ല. എല്ലാവരും തള്ളിക്കളയും. ഈ ദേവാലയ പണിയോടുള്ള ബന്ധത്തിൽ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ കേട്ടത്. കുഴിവെട്ടിൽ വെച്ച് തന്നെ കുറവുകൾ തീർത്താണ് ഈ കല്ല് ദേവാലയം പണിക്ക് വേണ്ടി കൊണ്ടുവരുന്നത്. അതിന് എന്തെല്ലാം കുറവുകളുണ്ടോ ആ കുറവുകളെല്ലാം തീർത്ത് അത് കൊണ്ടുവരുന്നത്. അങ്ങനെ കല്ല് കൊണ്ടുവരുമ്പോൾ ഈ കല്ല് പലപ്പോഴും അത് പല മേഖലകളിൽ വെക്കാൻ ശ്രമിച്ചാലും എങ്ങും വെക്കാൻ കൊള്ളാത്തൊരവസ്ഥയിലേക്ക് മാറി. ഓർത്തോളം, ഇത് കുഴിവെട്ടിൽ നിന്ന് പണി തീർത്തുകൊണ്ടുള്ള കല്ലാണ്. എങ്ങും ചേരത്തില്ല എന്ന് ചിന്തിച്ച്, എങ്ങും ചേരത്തില്ല, ഇത് നമ്മുടെ കൂടെ വെച്ചാൽ കൊള്ളത്തില്ല, നമ്മുടെ കൂടെ വെച്ചാൽ ചേരത്തില്ല, അതുകൊണ്ട് ഇത് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞ് അത് തള്ളിക്കളയും. മനുഷ്യനും അങ്ങനെയൊക്കെ തന്നെയാണ്. ദൈവം സകല കുറവുകളും തീർത്ത് പല ശുശ്രൂഷകന്മാരെയും പല കർത്താവിൻ്റെ വേലക്കാരെയും ദൈവവേലയ്ക്ക് വേണ്ടി കർത്താവ് കുറവുകൾ തീർത്ത് കൊണ്ടുവരുമ്പോഴും നമ്മുടെ കൂടെ കൂട്ടാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് ചിന്തിച്ച് തള്ളിക്കളയുന്ന നിരവധി അനവധി അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകും. അങ്ങനെ വേദനയോടെ ആരെങ്കിലും ഇന്ന് പകൽ ശുശ്രൂഷകന്മാർ, കർത്താവിൻ്റെ ദാസന്മാർ, ദൈവമക്കൾ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിന്നെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ, തള്ളിക്കളയുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് കൈമാറാം. നിങ്ങളെ ചേർത്ത് വിളിക്കുന്നൊരു ദൈവം, നിങ്ങളെ മാനിക്കുന്നൊരു ദൈവമാണ്, നിങ്ങളെ ഉയർത്തുന്നൊരു ദൈവം. ഇത് കുറവ് തീർത്തു കൊണ്ടുവന്നൊരു കല്ലാണ്. ആ കല്ലിനെ എങ്ങും വെക്കാൻ കൊള്ളത്തില്ലെന്ന് ചിന്തിച്ച് അതിനെ തള്ളിക്കളഞ്ഞു. നമ്മളും അങ്ങനെയൊക്കെ തന്നെയല്ലേ? ദൈവം നമ്മുടെ കുറവുകളൊക്കെ തീർത്താ ദൈവം നമ്മളെ ഭൂമിയിലേക്ക് ആക്കിയത്. നമ്മുടെ കുറവുകളൊക്കെ തീർത്താ കർത്താവ് ശുശ്രൂഷയിലാക്കിയിരിക്കുന്നത്. കുറവുകളൊക്കെ തീർത്താ ദൈവം നമ്മളെ ആക്കി വെച്ച നിയോഗങ്ങളിലേക്ക് ദൈവം നമ്മെ നടത്തുന്നത്. അങ്ങനെ ദൈവം നമ്മെ നടത്തുമ്പോഴും, ദൈവം അങ്ങനെ കുറവ് തീർത്ത് നമ്മളെ ആക്കി വെക്കുമ്പോഴും മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ നമ്മളെ എങ്ങും വെക്കാൻ കൊള്ളത്തില്ല എന്ന് ചിന്തിച്ച് പലപ്പോഴും തള്ളിക്കളയാം. അങ്ങനെ അനുഭവമുള്ള ആരെങ്കിലും ഉണ്ടോ? ശുശ്രൂഷ മേഖലകളിൽ നിൽക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, വിശ്വാസികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, മക്കള്, തലമുറകൾ, ആരെങ്കിലും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, നിങ്ങൾക്ക് യോഗ്യമായിരിക്കുന്ന മേഖലകളിൽ പോലും നിങ്ങൾക്ക് മാന്യത വരാതെ മനുഷ്യൻ നിങ്ങളെ മാറ്റി നിർത്തുന്നുണ്ടോ? ഭാരപ്പെടരുത് കേട്ടോ. ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലൂടെ തന്നെ പറയുന്നത്, തള്ളിക്കളയുന്നവരുടെ നടുവിൽ നമ്മെ മാനിക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് ഒരിക്കൽ കൂടെ പ്രൂഫ് ചെയ്യുവാൻ എൻ്റെ കർത്താവ് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുക. മനുഷ്യൻ അങ്ങനെ, മനുഷ്യൻ പുറമെയുള്ളത് നോക്കും, പക്ഷെ ദൈവം അകമയുള്ളത് നോക്കും. മനുഷ്യൻ പുറമെയുള്ളത് കണ്ട് നല്ലത് തിരഞ്ഞെടുക്കും. ദൈവം തിരഞ്ഞെടുക്കുന്നത്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പുറമെയുള്ള നല്ല നാമങ്ങൾ നോക്കിയല്ല. ദൈവം നമ്മുടെ ഉള്ളം അറിയുന്ന ദൈവമാണ്, നമ്മെ വിളിച്ച് വേർതിരിച്ച ദൈവമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, തള്ളിക്കളഞ്ഞ വേദനയുടെ നടുവിൽ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ തിരുവെഴുത്തിനെ ആധാരമാക്കി നിങ്ങളോട് വ്യക്തമായി ഒരു ദൈവികാലോചന
വചന ദൂതായി ഞാൻ ആത്മാവിൽ നിങ്ങളോട് കൈമാറാം. നിങ്ങളെ എവിടെ തള്ളിക്കളഞ്ഞിട്ടുണ്ടോ അവിടെ നിങ്ങളെ മാനിക്കാൻ കഴിയുന്നൊരു സ്വർഗത്തിൻ്റെ ദൈവമുണ്ട്. ഞാൻ ആത്മാവിൽ ഇത് വിശ്വസിച്ച് ഞാനിതിനെ നിങ്ങളോട് കൈമാറുകയാണ്. അതെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ തള്ളിക്കളഞ്ഞ ഇടത്ത് തന്നെ ദൈവം നിങ്ങളെ മാനിക്കും. അതിനകത്ത് നിങ്ങൾക്ക് ഉറപ്പിക്കാം, നിങ്ങൾ ഒട്ടും സംശയിക്കേണ്ടതായിട്ടില്ല. 100% ഞാൻ പറയാം, തള്ളിക്കളഞ്ഞവർ നടുവിൽ നിന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. ഈ കല്ല് ആലയം പണിക്ക് വേണ്ടി കൊണ്ടുവന്ന് എവിടൊക്കെ വെക്കാൻ നോക്കിയോ നടക്കത്തില്ല. ഇതെല്ലാം യോജിക്കാതെ വന്നപ്പോൾ ഈ കല്ല് തള്ളിക്കളഞ്ഞു. ഇപ്പൊ 7 വർഷം കൊണ്ടാണ് ആ ദേവാലയത്തിന്റെ പണി പൂർത്തീകരിക്കുന്നത്. അതിൻ്റെ അഗ്രഹത്തിന്മേൽ വെക്കുവാനുള്ള കല്ല് എവിടാണെന്ന് അന്വേഷിച്ചപ്പോൾ, കുഴിവെട്ടിൽ പോയി അന്വേഷിച്ചപ്പോൾ, കല്ല് വെട്ടുന്നിടത്ത് അന്വേഷിച്ചപ്പോൾ അവർ മുന്നമേ പറഞ്ഞു കഴിഞ്ഞു, കല്ല് ഞങ്ങൾ നേരത്തെ കൊടുത്തു വിട്ടു. അവർ അന്നേരം അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ അന്വേഷിക്കുമ്പോഴാണെന്ന് കുഴിവെട്ടിൽ അവർ അന്വേഷിച്ചു. ആ കുഴിവെട്ടിൽ അന്വേഷിച്ചപ്പോൾ കല്ല് വർഷങ്ങൾക്ക് മുമ്പേ കൊടുത്തുവിട്ടു എന്നുള്ള അറിവ് അവർക്ക് അറിയുവാൻ കഴിയും. അവസാനം കല്ല് തപ്പിച്ചെന്ന് നോക്കിയപ്പോൾ പുല്ലുകൾക്കും കുറ്റിച്ചെടികൾക്കും ഇടയിൽ മറഞ്ഞു കിടക്കുന്നത് അത് കാണാനിടയായി മാറി. ആ വിലയേറിയ കല്ല് വീണ്ടെടുത്ത് ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ വെച്ച് പണി പൂർത്തീകരിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. ആദ്യമേ ആവശ്യമില്ലാന്ന് വിചാരിച്ച് തള്ളിക്കളഞ്ഞ അതേ കല്ല് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആണിക്കല്ലായി മാറി എന്നാണ് ചരിത്രം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നത്. ആദ്യം വേണ്ടാന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നവർ, ആദ്യം കൊള്ളത്തില്ലെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നവർ, അത് ശുശ്രൂഷ രംഗത്തായാലും മറ്റെന്തായാലും ഒരൊറ്റപ്പെടലും വേദനയും നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് കൈമാറി പറയാം, നിങ്ങളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. എവിടെയാണോ നിങ്ങൾ ഒറ്റപ്പെട്ടത്, എവിടെയാണോ നിങ്ങളെ തള്ളിക്കളഞ്ഞത്, എവിടെയാണോ നിങ്ങളെ മാനിക്കാതെ വിട്ടത്, അവിടെ നിങ്ങളെ മാനിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് ആത്മാവിൽ കൈമാറുകയാണ്. അതെ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി ഇത് പറയുന്നത്. യഹൂദന്മാർ യേശുവിനെ അംഗീകരിച്ചില്ല. യഹൂദന്മാർ യേശുവിനെ തള്ളിക്കളഞ്ഞു. ആ യേശുവിനെ, യഹൂദരാകുന്ന പണിക്കാർ യേശുവിനെ തള്ളിക്കളഞ്ഞു. അവരുടെ നിർമ്മാണ പദ്ധതിയിൽ അവന് സ്ഥാനം കൊടുക്കാതെ ഒരു ഉപയോഗശൂന്യമായി മാറ്റിക്കളഞ്ഞു യേശു. പക്ഷെ തന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ദൈവം അവനെ സർവ്വനാമങ്ങൾക്കും മേലായ നാമമാക്കി വെച്ചു എന്ന് ഫിലിപ്പി ലേഖനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അതേ, ക്രിസ്തീയ സഭയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. തള്ളിക്കളഞ്ഞ കല്ല്, ആ കല്ലിനെ കർത്താവ് ദൈവം മൂലക്കല്ലാക്കി മാറ്റിവെച്ചെങ്കിൽ ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് കൈമാറാം. നിങ്ങളെ തള്ളിക്കളഞ്ഞതിന്റെ നടുവിൽ നിങ്ങളെ മൂലക്കല്ലാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. എവിടെയാണോ നിങ്ങളെ തള്ളിക്കളഞ്ഞത്, എവിടെയാണോ നിങ്ങളെ ഒറ്റപ്പെടുത്തിയത്, എവിടെയാണോ നിങ്ങളെ മാറ്റി നിർത്തിയത്, അതിന്റെ നടുവിൽ നിങ്ങളെ മാനിക്കുന്നൊരു ദൈവമുണ്ടെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ എനിക്കൊരു നിയോഗം നൽകി തരുന്നത് കൊണ്ട് ഞാൻ അതിന്ന് പകൽ യൂട്യൂബിലൂടെ ഞാനത് നിങ്ങളോട് കൈമാറുകയാണ്. തള്ളിക്കളഞ്ഞ വേദനയിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ, കുറവ് തീർത്ത് കൊണ്ടുവന്ന കല്ല്, കുഴിവെട്ടിൽ വെച്ച് തന്നെ കുറവ് തീർത്ത് കൊണ്ടുവന്ന കല്ല്, ആ കല്ല് മൂലക്കല്ലായി മാറിയിരിക്കേണ്ട സ്ഥാനത്ത് ഇന്ന് മൂലക്കല്ലായിരിക്കാൻ കഴിയാതെ ഏതൊക്കെയോ ഭവനങ്ങളിൽ നെടുവീർപ്പോടെ വേദനയോടെ കഴിയുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി കൈമാറുന്നു. നിന്നെ എവിടെയാണോ ഒതുക്കി വെച്ചത്, എവിടെയാണോ നിന്നെ തള്ളിക്കളഞ്ഞത്, എവിടെയാണോ നിന്നെ മാറ്റി നിർത്തിയത്, ഇന്ന് പകൽ ഈ വചനം നീ വിശ്വസിക്ക്, നിന്നെ ദൈവം മാന്യതയുള്ളതാക്കി മാറ്റാൻ പോകുക. അതെ, ഇത് മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമാണ്. ഇത് യഹോവയാൽ സംഭവിച്ചു.
ഇത് യഹോവയാൽ സംഭവിച്ചു. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും? അതെ, ഏതൊക്കെ മേഖലകളിൽ ഒറ്റപ്പെട്ടവരുണ്ടോ, ഏതൊക്കെ മേഖലകളിൽ ഒതുങ്ങിപ്പോയവരുണ്ടോ, മൂലക്കല്ലായി മാറുന്ന പലരും വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടി ഏതൊക്കെയോ ഭവനങ്ങൾക്കകത്ത് ഇന്ന് വേദനയുടെ ഭാരത്തോടെ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നവരോട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗത്തോടെ ഇന്ന് പകൽ ഞാൻ ദൈവനാമത്തിൽ കൈമാറുന്നു. നിങ്ങൾ മൂലക്കല്ലായി മാറാൻ പോവുകയാണ്. നമ്മുടെ ദൃഷ്ടിയിൽ ഇത് ആശ്ചര്യമാണ്, മനുഷ്യ ദൃഷ്ടിയിൽ ഇത് ആശ്ചര്യമാണ്. പക്ഷെ ഇത് കർത്താവിനാൽ സംഭവിച്ചിരിക്കുന്നു, ഇത് ദൈവത്താൽ സംഭവിച്ചിരിക്കുന്നു. മനുഷ്യ ദൃഷ്ടിയിൽ ആശ്ചര്യം. അതെ, നിന്നെ തള്ളിക്കളഞ്ഞെടുത്ത് മാനിക്കാൻ കഴിയുന്ന ദൈവം. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, ഇന്ന് പകലിൽ കേട്ട തിരുവെഴുത്ത് പ്രകാരം തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലായി മാറ്റുന്ന ദൈവം ഒരത്ഭുതം ചെയ്യട്ടെ. ഒറ്റപ്പെടലുകളിൽ തള്ളിക്കളഞ്ഞ് മാറ്റി നിർത്തി ഏതൊക്കെ മേഖലകളിൽ കരഞ്ഞ് നിലവിളിച്ചു നിൽക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടോ, അവരുടെ ജീവിതത്തിൻ്റെ മേൽ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ദൈവിക മഹത്വം വെളിപ്പെടട്ടെ. തള്ളിക്കളഞ്ഞവരെ മൂലക്കല്ലാക്കി മാറ്റാൻ കഴിയുന്ന തരത്തിൽ ദൈവമഹത്വം വെളിപ്പെടുത്തുന്നതാണ്. അനുഗ്രഹിക്കണം, ആശീർവദിക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അതെ, തള്ളിക്കളഞ്ഞ നിങ്ങളെ മൂലക്കല്ലാക്കി മാറ്റുന്നത് ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.